Hello students, welcome to another video lesson of business management. Today we are discussing the topic management by motivation. Management by motivation MBM. It is the process through which managers encourage employees to productive and effective. That is, manager motivate the employees to work hard in the organization. ഒരു ഓർഗനൈസേഷനിലത്തെ എംപ്ലോയീസ് കൂടുതൽ പ്രൊഡക്റ്റീവും എഫക്റ്റീവും ആകാൻ വേണ്ടി മാനേജേഴ്സ് അവരെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഹിയർ മാനേജർ ക്രിയേറ്റ് എ വില്ലിങ്നെസ് among employees to perform in the best of their abilities. In an organization, an employee is appointed as per their skill and abilities, but if he is not willing to perform as per their skill or ability, the management couldn't achieve their objectives. So manager must motivate the employee to perform in the best of their abilities. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ സ്കില്ലും എബിലിറ്റീസും ഒക്കെ നോക്കിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുക. പക്ഷേ അയാൾ വില്ലിങ് അല്ല. ചിലപ്പോൾ എന്തെങ്കിലും ഫാക്ടേഴ്സ്, മോണിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ആവാം, അയാളുടെ എബിലിറ്റീസ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അയാൾക്കൊരു വില്ലിങ്നെസ് ഉണ്ടാക്കാൻ മാനേജർ നോക്കണം. In this management style, manager motivate employees to work hard to achieve organizational goals and their own personal goals. So here manager has to do two things. First one, motivate employees to achieve organizational goals and motivate employees to achieve their own personal goals. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ പേഴ്സണൽ ഗോൾസ്, എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ മാനേജർക്ക് കഴിയണം. Methods for motivating employees. There is a lot of methods are available to motivate employees and it is collectively known as incentives. So incentives means all measures which are taken to motivate employees to improve their performance. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സിനെയും ഇൻസെൻറ്റീവ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസെൻറ്റീവ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു. First one is financial incentives. It refers to incentives in direct monetary form or measurable in monetary form which motivate people for better performance. പണത്തിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കുന്നതോ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സിനെയാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. Incentives which are not measurable in terms of money are known as non-financial or non-monetary incentives. പണത്തിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇൻസെൻറ്റീവ്സിനെ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നാണ് പറയുക. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫസ്റ്റ് വൺ ഈസ് പേ ആൻഡ് അലവൻസ്. Pay means basic pay for the employee, that is salary, and allowance is the amount paid for a specific purpose and it is paid at occasionally. പേ എന്ന് പറയുന്നത് ആ എംപ്ലോയിൻ്റെ സാലറി തന്നെയാണ്. അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണ് ട്രാവലിംഗ് അലവൻസ്, DNS അലവൻസ്, മീൽ അലവൻസ് എക്സെട്ര. ഇപ്പോൾ ട്രാവലിംഗ് അലവൻസ്, മീൽ അലവൻസ് ഒക്കെ എംപ്ലോയി ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്നതിനും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യുന്നതിനാണ് ഇങ്ങനത്തെ അലവൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയായിരിക്കും അലവൻസ് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്സ്. ഇഫ് ആൻ എംപ്ലോയി പ്രൊഡ്യൂസസ് മോർ ദാൻ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ഹീ ഷുഡ് ഗെറ്റ് വേജ് ഇൻസെൻറ്റീവ്. ഇറ്റ് വിൽ ഓൾസോ മോട്ടിവേറ്റ് അതർ പീപ്പിൾ ടു ഇംപ്രൂവ് ദെയർ പ്രൊഡക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതായത് അവർ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് വേജ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും, അവർ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ടത് ചെയ്യാൻ നോക്കും. നെക്സ്റ്റ് വൺ ഈസ് ബോണസ്. ഇറ്റ് ഈസ് ദി ലംസം എമൗണ്ട് ഗിവൺ ബൈ പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റീസ് ടു ദെയർ എംപ്ലോയീസ് ഇൻ അഡീഷൻ ടു ദെയർ സാലറീസ് ഓർ വേജസ്. ഒരു ഓർഗനൈസേഷനത്തെ എംപ്ലോയീസിന് ആ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് സാലറിക്ക് പുറമെ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദി എംപ്ലോയീസ് ടു ഇൻക്രീസ് ദി പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ.
Next one is co-partnership. Organization offer share to their employees at a price which is lower than the market price. So if an employee purchases the share, he become the owner to the company and he will get a dividend. So the employee will improve their performance for increasing profit. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഷെയർ എംപ്ലോയീസിന് ഒരു പ്രൈസ് കുറഞ്ഞൊരു പ്രൈസിൽ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞൊരു പ്രൈസിൽ കൊടുക്കുമ്പോൾ അവരത് പർച്ചേസ് ചെയ്യും. അങ്ങനെ പർച്ചേസ് ചെയ്താൽ അവരതിൻ്റെ ഓണറാവും. ഓണറായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടും. അങ്ങനെ ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ ആ ഓർഗനൈസേഷന് പ്രോഫിറ്റ് വേണം. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ എംപ്ലോയി അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. It is provided for the financial security of the employee after retirement. For example, provident fund, pension, gratuity, etc. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അവർ ഫിനാൻഷ്യലി സെക്യൂർഡ് ആവുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന കാലത്തോളം അവർ അവരുടെ ഫുൾ എബിലിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും തന്നെ ഗവൺമെൻറ് ജോബ്സാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം അത് ഫിനാൻഷ്യലി സെക്യൂർഡ് ആണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആയിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് വൺ ഈസ് പെർക്വിസിറ്റ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. It is the financial incentives provided to the employees by an organization in the form of housing, medical, vehicle allowance, education to children, etc. ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് നൽകുന്ന ഒരു അലവൻസ്, അതായത് ഒരു പ്രത്യേക സൗകര്യത്തിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹൗസിങ്, നമ്മൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ക്വാർട്ടേഴ്സോ വീടൊക്കെ കൊടുക്കാറുണ്ട്. ദെൻ മെഡിക്കൽ, അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ വെഹിക്കിൾ അലവൻസ്, അവർക്ക് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാഹനം കൊടുക്കും. ദെൻ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ, അവരുടെ ചിൽഡ്രൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഹോസ്റ്റൽ ഫീസും അതുപോലെ തന്നെ ട്യൂഷൻ ഫീസൊക്കെ പേ ചെയ്യും. അങ്ങനെ കുറച്ച് സൗകര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കും. അത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനത്തെ കുറച്ച് പെർക്വിസിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഓർഗനൈസേഷന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. Incentives which are not measurable in terms of money are known as non-financial or non-monetary incentives. പണത്തിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇൻസെൻറ്റീവ്സിനെ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നാണ് പറയുക. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് മീൻസ് റാങ്കിങ് ഓഫ് പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. Usually this term is more appropriate to persons holding managerial positions. സോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ റാങ്കിങ് എങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്കില്ലുള്ള ഒരു എംപ്ലോയി ലോവർ പൊസിഷനിലാണെങ്കിൽ അവർക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അപ്പോൾ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. ബട്ട് മാനേജീരിയൽ പൊസിഷനിലാണ് ആ എംപ്ലോയി, അല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിലാണെങ്കിൽ ആ എംപ്ലോയി ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും പെർഫോമൻസും ഒക്കെ അനുസരിച്ചിട്ട് നല്ല സ്റ്റാറ്റസ് ആ ഓർഗനൈസേഷനിൽ അവർക്ക് കിട്ടണം. Next one is organizational climate. It is the condition within an organization as viewed by its employees, and it is differ from organization to organization. If the organization climate is favorable to the employee, he can perform well. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഓരോ ക്യാരക്ടേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്, അതെല്ലാം ഒരു എംപ്ലോയി എങ്ങനെയാണോ നോക്കി കാണുന്നത് അതിനെയാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അത് ഫേവറബിൾ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ എംപ്ലോയി വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് നല്ല രീതിയിൽ തന്നെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. Employees want to grow to higher level in the organization. If the employees are provided opportunities for their career advancement and growth, they feel very much satisfied and committed to organizational goals. സോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കരിയർ അഡ്വാൻസ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ പ്രൊമോഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ആണെങ്കിൽ അവർക്ക് പ്രൊമോഷൻസും, ഇനിയിപ്പോൾ പെർഫോമൻസ് കുറവാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്.
Recognition means acknowledgement and appreciation of good performance. It inspires to improve their performance, and it also motivates other people by satisfying their ego needs. സോ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും കൂടുതൽ പെർഫോം ചെയ്യാൻ. അതുപോലെ തന്നെ ബാക്കി എംപ്ലോയീസിനെ അവരത് മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊരു ഈഗോ നീഡ്സ് ഉണ്ട്, നമ്മളും ഈ ഒരു ലെവലിൽ എത്തണം, നമ്മളും ഇങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ബാക്കി എംപ്ലോയീസിൻ്റെ ഒരു ഈഗോ നീഡ്സും ഇതിലൂടെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങും. Next one is employee participation. It means involving employee in decision making process, and it helps to secure the cooperation, commitment and contribution of employees for the achievement of the organizational goals. സോ എംപ്ലോയീസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നതിനെയാണ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കോപ്പറേഷൻ, എംപ്ലോയീസ് മാനേജ്മെൻറ്റുമായിട്ടൊരു മ്യൂച്വൽ കോപ്പറേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾ. അവർ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ കമ്മിറ്റഡ് ആയിരിക്കും. കാരണം ഡിസിഷൻസ് എടുക്കുന്നത് എംപ്ലോയീസും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഗോൾസും അച്ചീവ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും. ഓൾസോ കോൺട്രിബ്യൂഷൻ, ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എംപ്ലോയീസ് മാനേജ്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് നൽകും. നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയി എംപവർമെൻറ്റ്. Empowerment means giving more autonomy, powers and responsibility to subordinates. By giving more authority and responsibility, employees think that their job was very important and they will perform well and helps to achieve the organizational objectives. സോ എംപ്ലോയി എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും, എംപ്ലോയീസിന് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ കൂടുതലായിട്ട് കിട്ടുമ്പോൾ അവർ അവരുടെ ജോബ് ആ ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് കരുതുന്നതെന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. സോ അങ്ങനെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കും.